ഇവിടെ ശ്രീ ഷിമോൺ ഒരു കാര്യം കൂടി കേട്ടത് ആദ്യ ഭർത്താവ് മരിക്കും എന്നൊരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു ഗ്രീഷ്മയ്ക്ക് എന്നൊക്കെയാണ്. ഇവർ ഒരർത്ഥത്തിൽ കല്യാണം കഴിച്ചവരായിരുന്നു, താലി കെട്ടിയ ആളുകളായിരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ, അതായത് ശിക്ഷ എന്നുള്ളതൊരു താക്കീതാവും, ഇനി ഒരാൾ ഇത് ചെയ്യാൻ മടിക്കും എന്ന മട്ടിൽ ഇതൊരു ഡിറ്ററന്റ് പണിഷ്മെന്റായി, സമൂഹത്തിന് താക്കീത് നൽകുന്ന ഒരു പണിഷ്മെന്റായി തോന്നുന്നുണ്ടോ ഷിമോണിന്? അത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന മൊഴികളും സാക്ഷിമൊഴികളും വിചാരണ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പം ശിക്ഷ വന്നേക്കുന്നത്. അപ്പോൾ അത് തികച്ചും നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ശിക്ഷ തന്നെയാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷയായിട്ടും നമുക്കിതിനെ കാണാം എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, എന്തായാലും ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകും. വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി അനുമതിയോടുകൂടിയാണ് നടപ്പാക്കപ്പെടുക. അതിനുശേഷം എന്തായാലും സുപ്രീം കോടതിയിലേക്കും ഈ കേസ് പോകും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ നാട്ടിലെ പ്രമാദമായ പല കേസുകൾക്കും, സൗമ്യ കേസിൽ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചതിന് ശേഷം സുപ്രീം കോടതിയാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷ ഇളവ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ വധശിക്ഷ വിചാരണ കോടതികൾ പ്രഖ്യാപിക്കാറുണ്ട് എങ്കിലും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ അവ പലപ്പോഴും ലഘൂകരിക്കപ്പെടാറാണ് പതിവ്. അത് നമ്മൾ ഈ കൊലപാതക കുറ്റത്തിന് റയറസ്റ്റ് ഓഫ് റയർ കേസായി കണ്ടാണ് വധശിക്ഷ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ റയറസ്റ്റ് ഓഫ് റയർ ആയിട്ടേ നമ്മുടെ നാട്ടിൽ വധശിക്ഷ നടപ്പാക്കാറുള്ളൂ. വളരെ അപൂർവമായി മാത്രമേ വധശിക്ഷ നടപ്പാക്കാറുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് 3 പതിറ്റാണ്ടിലധികമായി വധശിക്ഷ നടപ്പാക്കിയിട്ട് ഇല്ലതാനും. അപ്പൊ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുമല്ലോ, അല്ലേ? അത് എവിടം വരെ പോയാലും അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. അത്ര എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുകയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിധി വന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്, പൂർണ്ണ തൃപ്തിയിലാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഹൈക്കോടതിയിലല്ല, സുപ്രീം കോടതി എവിടെ പോയാലും അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. കുടുംബം ഇനി ഈ കേസിനെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുകയായിരുന്നു.